പറഞ്ഞതെല്ലാം പാടെ വിഴുങ്ങി ബി.ജെ.പിക്ക് കൈകൊടുക്കുകയാണ് കേരളത്തിലെ CPM-ഉം സർക്കാരും. PM ശ്രീ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കേരളം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടില്ല എന്നായിരുന്നു നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും അടക്കം നിലപാട്. എന്നാൽ ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ CPM-ഉം സർക്കാരും തീരുമാനിച്ചിരിക്കുകയാണ്. കാരണമായി അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന 1500 കോടി രൂപയുടെ ഗ്രാന്റ് നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സംഘപരിവാർ ആശയങ്ങളും സംഘപരിവാർ നയങ്ങളും ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന BJP-യുടെ നയത്തിന് കുടപിടിക്കുന്ന പദ്ധതിയാണ് PM ശ്രീ. അതുകൊണ്ട് തന്നെയാണ് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതിക്ക് കൈകൊടുക്കേണ്ട എന്ന് പല സംസ്ഥാന സർക്കാരുകളും തീരുമാനിച്ചത്. നേരത്തെ CPM-ഉം സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിരുന്നു. പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിച്ച് പാഠപുസ്തകങ്ങളിൽ സംഘപരിവാർ ആശയങ്ങൾ കുത്തിനിറച്ച് പാഠപുസ്തകങ്ങളെ വർഗീയവൽക്കരിച്ച് ഇന്ത്യയുടെ ചരിത്രം വികലമാക്കി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തെ അടക്കം വികലമാക്കി വക്രീകരിച്ചു ചിത്രീകരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ കമ്മീഷന്റെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ ഇനി വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കുടപിടിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പാത പിന്തുടർന്ന രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയാകെ അടിമുടി കാവ്യവൽക്കരിക്കാനുള്ള BJP-യുടെ സംഘപരിവാറിന്റെ ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു കേരള സർക്കാർ ഇത്തരത്തിൽ PM ശ്രീ പദ്ധതിയുമായി കൈകോർക്കണ്ട അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണ്ട എന്ന നിലപാട് സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടിന് ഏറെ കയ്യടി കിട്ടുകയും ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളായ SFI-യും KSU-വും MSF-ഉം AISF-ഉം ഉൾപ്പെടെയുള്ള പ്രബല വിദ്യാർത്ഥി സംഘടനകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തെ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. എന്നാൽ BJP CPM അന്തർധാരയുടെ ഭാഗമായി ആ നിലപാടിൽ നിന്ന് സർക്കാർ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭയെയും സംഘപരിവാറിനെയും ഇനി അവഗണിക്കാൻ കഴിയില്ല. അവരെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ തങ്ങൾക്ക് ഭാവിയിൽ രാഷ്ട്രീയപരമായി ഗുണമുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ CPM ഇതിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചത്. ഘടകകക്ഷിയായ CPI-യുടെ വിദ്യാർത്ഥി യുവജന സംഘടനയായ AISF-ന്റെയും AIYF-ന്റെയും അടക്കം എതിർപ്പ് മറികടന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടിലിഴയാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റ് നഷ്ടപ്പെടുത്തേണ്ട, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതെന്നാണ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ കച്ചവടം എന്ന പേര് പറഞ്ഞ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം എന്ന പേര് പറഞ്ഞ് കേരളത്തിൽ നിരവധിയായ സമരം നടത്തിയ SFI-ക്കും DYFI-ക്കും ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന SFI-യുടെ സമീപനം ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് ചിറക് വിടർത്തി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല സംഘപരിവാർ വൽക്കരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് കുടപിടിക്കുന്ന നിലപാടാണോ SFI-ക്കും DYFI-ക്കും ഉള്ളതെന്നറിയാൻ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുസമൂഹത്തിനും താല്പര്യമുണ്ട്. സംഘപരിവാറിനെതിരെയുള്ള പ്രതിഷേധം വെറും വൈത്താരിയിൽ മാത്രം ഒതുക്കിക്കൊണ്ട് കേരള സർക്കാർ വീണ്ടും RSS-നും സംഘപരിവാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുന്നിൽ മുട്ടുമടക്കുന്ന, അവർക്ക് കീഴിൽ മുട്ടിലിഴയുന്ന സമീപനം കേരളം കാണുകയാണ്. എന്തായാലും കേരളത്തിലെ BJP CPM അന്തർധാരയുണ്ടെന്നതിന്റെ മറ്റൊരു പ്രത്യക്ഷ ഉദാഹരണമായി, പ്രത്യക്ഷ തെളിവായി ഈ PM ശ്രീ പദ്ധതിയിൽ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഒപ്പിടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ വിലയിരുത്തും. കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയുടെയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്ഥാനമെന്ന കാര്യത്തിൽ തർക്കമില്ല.